വീക്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഇൻഫോർമൽ ലെറ്റർ. ലെറ്റർ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ, ഫോർമൽ ലെറ്ററും ഉണ്ട് ഇൻഫോർമൽ ലെറ്ററും ഉണ്ട്. അപ്പോൾ ഒരു ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണ് എഴുതാന്നാണ് നോക്കണത്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആർക്കാണ് ഇൻഫോർമൽ ലെറ്റർ എഴുതണത്? അല്ലെ, നമ്മൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾക്കാണ് നമ്മൾ എന്ത് എഴുതാ, ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതാ. അതായത് ഇപ്പൊ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ അങ്ങനെ ആർക്കെങ്കിലും ആണ് എന്ത് ഇൻഫോർമൽ ലെറ്റർ എഴുതാ. ഫോർമൽ ലെറ്റർ എന്ന് വെച്ചാൽ എങ്ങനെയാണ്, നമ്മൾ കുറച്ച് ഫോർമൽ ആയിട്ട് ഇപ്പൊ ഒരു മേലധികാരികൾക്കോ ഒരു മിനിസ്റ്റർക്കോ പിന്നെ ആർക്കാ ഇപ്പൊ ഒരു പ്രിൻസിപ്പൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ടീച്ചർക്കോ എഴുതുന്നതാണ് എന്ത് ഫോർമൽ ലെറ്റർ. അപ്പൊ ഫോർമൽ ലെറ്റർ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ പറയാൻ പോണത് എന്താണ്, ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതണേന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. The boy in the story, Adventures in a Banyan Tree, was very excited and thrilled of his friendship with the squirrel. He writes a letter to his friend about his new friend. അപ്പൊ ഇതെന്താ, 10ാം ക്ലാസ്സിലാ, നമ്മുടെ 10ാം ക്ലാസ്സിൽ എന്താ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങൾക്ക് എന്താ ഈ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇൻഫോർമൽ ലെറ്റർ എഴുതാന്നുള്ളത് ഒന്ന് ക്ലിയർ ആവും. എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളൊരു കാര്യം ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടോ, ഇവിടെ ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. ഇവിടെ മുകളിൽ അഡ്രസ്സ് കണ്ടിട്ട് എന്താ അഡ്രസ്സ് തന്നേക്കണ, ഗാർഡൻ വില്ല, MG റോഡ്, മുംബൈ. ഇത് ആരഡ്രസ്സാണ്? ആരഡ്രസ് ആയിരിക്കും? സെൻഡേഴ്സ്, ആരാണോ ആ ഒരു കത്ത് അയക്കണത്. ഇപ്പൊ ഞാനാണ് കത്ത് അയക്കണേന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ ഒരു സ്റ്റോറിൽ ആരാണ് അയക്കണത്? ആ ഒരു ബോയ് ആണ് കത്ത് അയക്കണത് അല്ലെ. അപ്പൊ ആ ഒരു ബോയ് അയക്കണ ആ ഒരു ബോയുടെ അഡ്രസ് ആണ് എന്ത് ഇവിടെ വെക്കേണ്ടത്. ഇപ്പോ ഒരു ഫോർമൽ ലെറ്റർ ആണെങ്കിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും വേണം. പക്ഷേ ഇൻഫോർമൽ ലെറ്ററിൽ എന്ത് മാത്രം മതി? ഫ്രം അഡ്രസ്സ് മാത്രം മതി. അതായത് അയക്കുന്ന ആളുടെ അഡ്രസ്സ് മാത്രം മതി. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? ഡേറ്റ്. എന്നാണോ നമ്മ ഇത് എഴുതണത്, നമ്മ ലെറ്റർ എന്നാണോ എഴുതണത് ആ ഒരു ഡേറ്റ്. ഇവിടെ എന്താ 2 മാർച്ച് 2018. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാം. പിന്നെന്താ സെല്യൂട്ടേഷൻ. എന്ത് വേണം അടുത്തത്? എന്താണ്? സെല്യൂട്ടേഷൻ. എന്താണ് ഇവിടെ സെല്യൂട്ടേഷൻ? ഡിയർ സലീം. ഇപ്പോ എന്റെ പേര് നെഹന എന്നാണ്. അപ്പൊ എനിക്കാണ് ഒരാൾ എഴുതുന്നത് വിചാരിക്കാൻ, എന്ത് എഴുതും? ഡിയർ നെഹന. അപ്പൊ നമുക്ക് എന്താ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ ഡിയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇപ്പോ നമ്മുടെ പ്രിൻസിപ്പൾ, നമ്മുടെ സ്കൂളിൽ പ്രിൻസിപ്പളിന് ഒരു ലെറ്റർ എഴുതണം. അപ്പൊ നമ്മൾ ഡിയർ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ ലെറ്റർ തുടങ്ങുമോ? ഇല്ല. അവിടെ എന്താണ്, നമുക്ക് കുറച്ച് റെസ്പെക്ട് കാണിക്കണം. അവിടെ എന്താ സെല്യൂട്ടേഷൻ തുടങ്ങുക? റെസ്പെക്റ്റഡ് സർ അല്ലേ. പക്ഷെ ഇവിടെ എന്താ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഒരാളാണ്, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ അമ്മയാണ്, അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ എന്ത് എഴുതണം? ഡിയർ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ നോക്കിയേ, ഹൗ ആർ യു, hope you are enjoying your vacation there. I am also enjoying my vacation with my grandpa. ഇവിടെ എന്താ പറയണേ, നമ്മൾ സുഖവിവരങ്ങൾ അന്വേഷിക്കൂലേ, അങ്ങനെ അന്വേഷിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിൽ ഉൾപ്പെടുത്തണം? ഇൻഫോർമൽ ലെറ്ററിൽ ഉൾപ്പെടുത്തണം. ഇപ്പൊ ഒരു ഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമ്മൾ ഒരു പ്രിൻസിപ്പാളിനോട് ചോദിക്കുകയാണ്, ഹൗ ആർ യു, നിനക്ക് സുഖമാണോ? പിന്നെന്താ, വീട്ടിലുള്ളവരൊക്കെ എന്ത് പറയണമെന്നൊക്കെ നമ്മൾ ചോദിക്കോ? ഇല്ല, നമ്മൾ നേരിട്ട് ആ ഒരു കാര്യം പറയുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സുഖവിവരമൊക്കെ ചോദിക്കുക, എന്താണ് വിശേഷം, വീട്ടിലുള്ളവരൊക്കെ എന്ത് പറയണം, ഞാൻ അന്വേഷിച്ച് എന്ത് പറയണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ, നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് പറയാം. എന്താണ്, ഞാനിപ്പോ ഇവിടെയാണ്, വെക്കേഷൻ ആണ്, ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് എന്താ ഞാൻ ഗ്രാൻഡ് പായുടെ അടുത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. നെക്സ്റ്റ് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണോ ലെറ്റർ എഴുതണത്, എന്തിനാണോ ലെറ്റർ എഴുതണത് ആ ഒരു ബോഡി, ആ ഒരു കണ്ടന്റ് എഴുതാം. ഇപ്പൊ ഇവിടെ ലെറ്റർ എഴുതണത് എന്താ, ആ ഒരു ബോയ് ആ ഒരു വെക്കേഷൻ ആ ഒരു ത്രില്ലിലാണ് എന്ത് ലെറ്റർ എഴുതണത്. അപ്പൊ ആ ഒരു ത്രില്ലൊക്കെ കൊണ്ടാണ് എന്ത് ആ ലെറ്റർ എഴുതുന്നത്. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് വണ്ടർഫുൾ ടു സീ എ യങ് ഗ്രേ സ്ക്വിറൽ ഹിയർ. I could observe his movement very closely. My grandpa loves and cares this type of pets very much. You may wonder how I got a friend, a small squirrel. It was afraid of me in the beginning. Now it is friendly with me. I am thrilled and excited to spend my time with it. It takes cake and biscuit from the pocket. I am enjoying my friendship with it. അതായത് ആ ഒരു സ്ക്യൂറലിനെ പറ്റിയാണ് പറയണത്. ഇപ്പൊ നമുക്ക് എന്താ പല പല കാര്യങ്ങളായിരിക്കും കണ്ടന്റ് വരാം. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരണമെന്നില്ല, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരണമെന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതില് അലിയാണ് എന്ത് ലെറ്റർ എഴുതുന്നത് വിചാരിക്കുക. അതിന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിന് ആ ഒരു നമ്മുടെ അനിയത്തിയുടെ ഷൂ ബോയ് എന്നുള്ള ലെറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും ലെറ്റർ? അതൊരു എന്താ കുറച്ച് സാഡ് ആയിട്ടുള്ള ലെറ്റർ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താ നേരത്തെ ഹാപ്പി ആയിട്ടുള്ള ലെറ്റർ ആയിരിക്കും. അപ്പൊ എന്താണ് കണ്ടന്റ് എന്താണോ അതാണ് മെയിൻ ആയിട്ടുള്ള ഈ ഒരു ബോഡി. ലെറ്ററിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബോഡിയിൽ കണ്ടന്റ് ആണ്. ആ ഒരു മെയിൻ കണ്ടന്റ് എന്താണ്, എന്താണോ സാഡ് ആണോ ഹാപ്പി ആണോ ഉള്ളത് നിങ്ങൾ നല്ലോണം ഒബ്സർവ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, ലാസ്റ്റ് എന്താ
convey my regards to your parents and my and brother. You are lovingly Roy. അതായത് ലാസ്റ്റ് എന്ത് എഴുതണം? നമ്മ യു ആർ ലവിംഗ്ലി ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ എഴുതൂലേ, അല്ലെങ്കിൽ ഹോപ്പ്ഫുള്ളി. ഇപ്പൊ നമ്മ ഒരു റിപ്ലൈക്ക് വേണ്ടിയാണ് എഴുതുന്നത് വിചാരിക്കാം. അപ്പൊ എന്താ, റിപ്ലൈക്ക് വേണ്ടിയാണെങ്കിൽ എന്താണ് ഹോപ്പ്ഫുള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതൂലേ. അപ്പൊ അതേപോലെ എന്താണ് ഇവിടെ ലവിംഗ്ലി, നിന്റെ ഇഷ്ടത്തോടു കൂടി എന്നിട്ട് നമ്മുടെ പേര് എഴുതാം. ഇത്രയേ ഉള്ളൂ എന്ത് ഇൻഫോർമൽ ലെറ്റർ. എന്താണ് ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാ. ഫസ്റ്റ് തന്നെ എന്ത് വേണം? സെൻഡേഴ്സിന്റെ അഡ്രസ്സ്. അതായത് ഇപ്പൊ ഞാനാണ് അയക്കണമെങ്കിൽ ആ ഒരു സെൻഡറിന്റെ അഡ്രസ്സ് വേണം, ഡേറ്റ് വേണം, പിന്നെന്താ സെല്യൂട്ടേഷൻ വേണം. സെല്യൂട്ടേഷൻ എന്തായിരിക്കും? ഡിയർ, ഡിയർ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ ഫോർമൽ ലെറ്റർ ആണെങ്കിൽ എന്തായിരിക്കും? നേരെ തിരിച്ച് എന്തായിരിക്കും? റെസ്പെക്റ്റഡ് അങ്ങനെ ആയിരിക്കും വരാം. പക്ഷെ ഇവിടെ ആണെങ്കിൽ എന്താ? ഡിയർ. ഡിയർ ഇവിടെ എന്താ പേരെന്താ? സലീം എന്നാണ്. അതിന്റെ എന്താ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ് എന്താണോ നമ്മുടെ കണ്ടന്റ്, എന്താണോ കണ്ടന്റ് ആ ഒരു കണ്ടന്റ് എഴുതി വെക്കാം. നല്ല വൃത്തിക്ക് നല്ലോണം എഴുതി വെക്കാം. ലാസ്റ്റ് എന്താ? യോ ഹോപ്പ്ഫുള്ളി ഓർ ഫെയ്ത്ത്ഫുള്ളി ലവിംഗ്ലി അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് നമ്മുടെ പേര് എഴുതാം. ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.